മമ്മൂട്ടി ഇത്ര വയസ്സിൽ ഇത്രയും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്ന സിനിമ വേറെ ഇല്ല. ഞങ്ങളത് പറയായിരുന്നു 71, 72 സംതിങ് 73 സൂപ്പറായിരുന്നു. ഇടിയോട് ഇടിയാണ്, പക്ഷേ അത് കുഴപ്പമില്ല. 70 വയസ്സ് കഴിഞ്ഞാൽ 72 ഇസ് ടു ഗുഡ്. ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തമിഴ് സിനിമ പോലും ഇത്രയും രീതിയിൽ വരില്ല. അടിപൊളി സിനിമയാണ്, അടിപൊളി സിനിമയായിരുന്നു. ആ കൊള്ളാം, കിടിലായിരുന്നു. മമ്മൂട്ടി പൊളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി സൂപ്പറായിരുന്നു. അടിപൊളി പടം. കൊള്ളാം സിനിമ. നല്ല പടം. ആക്ഷനും കൊള്ളാം, നല്ലോണം ചെയ്തു. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം, നന്നായിട്ടുണ്ട്. അടിപൊളി പടം. ആവറേജ് പടം. സൂപ്പറായിട്ടുണ്ട്. മമ്മൂട്ടിൻ്റെ വയസ്സായി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. എന്തായാലും പടം ഗംഭീരം. ഇടിയോട് ഇടിയാണ്, പക്ഷേ അത് കുഴപ്പമില്ല. സൂപ്പറായിട്ടാണ്, നല്ല പടം. മമ്മൂട്ടി ഇത്ര വയസ്സിൽ ഇത്രയും നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്ന സിനിമ വേറെ ഇല്ല. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഐഡിയായിരുന്നു. നല്ല സൂപ്പർ പടം. നന്നായിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. ടർബോയാണ് കണ്ടിറങ്ങിയത്. സൂപ്പർ ആക്ഷൻ സീക്വൻസ് എല്ലാം നന്നായിരുന്നു. കണ്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളത് പറയായിരുന്നു 71, 72 സംതിങ് 73 സൂപ്പറായിരുന്നു. കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളിയാ. നല്ല പടം. നല്ല മൂവി, വളരെ നല്ല മൂവി. നല്ല സ്റ്റോറി, ഫുൾ എൻ്റർടൈൻമെൻറ്റ്. അടിപൊളി, ഒരു രക്ഷയില്ല. 70 വയസ്സ് കഴിഞ്ഞാൽ 72 ഇസ് ടു ഗുഡ്. വെരി നൈസ് മൂവി. നല്ല നല്ല അഭിപ്രായം. സൂപ്പറായിരുന്നു. ഇല്ല, ആക്ഷനാണ്. ആക്ഷൻ ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, കൊള്ളാം, നന്നായിരുന്നു. കുഴപ്പമില്ല, കൊള്ളാം. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ കുറച്ച് ലാഗ് പോലെ തോന്നിയെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. അവസാനത്തെ ഒരു ചെറിയ ട്വിസ്റ്റ്. സത്യം പറയല്ലോ, ഒന്നും പറയാനില്ല. ഒരു കംപ്ലീറ്റ് മമ്മൂക്ക ഷോ. ഒരു രക്ഷയല്ല, അടിപൊളി പടമാണ്. സൂപ്പർ കഥ, സൂപ്പർ ക്ലൈമാക്സ്. നെഗറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഇടിപ്പടാണ്. ഒരു പഴയ മമ്മൂക്കാൻ്റെ എനർജിയൊക്കെ അത് കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇതിൽ ഫൈറ്റ് ഇല്ലാത്ത സമയം കഥയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ലാഗായിട്ടൊന്നുമില്ല. അടിപൊളിയാണ്. അത്രയും അടിപൊളി, കാണണം. വേറെ ലെവൽ മാസ്. നല്ല സൂപ്പർ സിനിമ, നല്ല സിനിമയാണ്. ഇപ്പോൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയുടെ മികച്ചായിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരിക്കലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആക്ഷൻ ഹീറോ സിനിമയാണ്. ഇത് റെയറായിട്ട് ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇത് കൂടുതലും ഒരു സ്റ്റോറി എന്ന് അത് പറയാൻ പറ്റില്ല, എങ്കിലും സ്റ്റോറി ഉണ്ട്, സ്വാഭാവികമായിട്ട് സ്റ്റോറി ഉണ്ട്. ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റായിട്ട് തമിഴ് സിനിമ പോലും ഇത്രയും രീതിയിൽ വരില്ല. കാര്യം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ മികച്ച ഒരു നടന്നുള്ള രീതിയിൽ മമ്മൂട്ടി വളരെ പെർഫെക്റ്റായിട്ടുള്ള രീതിയിൽ ഈ സിനിമ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ്. കൊള്ളാം, നല്ല പടം, ഇഷ്ടമായി. ആക്ഷൻ കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. ഇല്ല, അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തോന്നിയില്ല. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഇല്ല, റിവ്യൂ ഒന്നും കണ്ടില്ല, അല്ലാതെ വന്നു. എൻ്റെ സിനിമ സൂപ്പർ, അടിപൊളി, നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട്. നന്നായിട്ട് കാണാം. നല്ല പടമാണ്. ഫാമിലി ആയിട്ട് കാണാൻ നല്ല